ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കമ്പനി സീരിയലിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഹിപാലിനെ കൈക്കലാക്കാൻ തന്നെ ശ്രീദേവി ശ്രമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഡിസൈൻ ഏതാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് മഹിയെ ഒട്ടുരുമ്മി നിൽക്കാട്ടോ. അങ്ങനെ കാണുന്ന മഹി തന്നെ ഞെട്ടുന്നുണ്ട്. ഓ, തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ എന്ന രീതിയിലൊക്കെ. അങ്ങനെ തന്നെ വീണ്ടും സർ, സോറി സർ എന്ന് പറഞ്ഞ് എണീക്കുന്നു. പിന്നെ ഈ ഡിസൈൻ നന്നായിട്ടുണ്ട്. ഇത് കൺമണി വരച്ചതാണെങ്കിൽ അവൾ വളരെയധികം മികച്ച ഒരു കലാകാരിയാണ്. എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ കുറച്ച് അഹങ്കാരം പിടിച്ച് നടന്നിട്ടുണ്ടായിരുന്നു സർ. അതെൻ്റെ തെറ്റാണ്. എന്നോട് ക്ഷമിക്കണം. സാർ ഉൾപ്പെടെ എല്ലാവരെയും ഞാൻ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഒരു തിരിച്ചടി എന്ന നിലയ്ക്ക് തന്നെയാണ് എനിക്കിങ്ങനെയൊക്കെ ഇപ്പോൾ സംഭവിച്ചത്. സർ അതിനെന്നോട് ക്ഷമിക്കില്ലേ എന്ന് പറയുന്നു. അതൊന്നും കുഴപ്പമില്ല ശ്രീദേവി. പിന്നെ കൺമണി എങ്ങോട്ടാണ് സർ പോയത്? എനിക്ക് കുറച്ച് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാനായിരുന്നു എന്ന് പറയുമ്പോൾ മഹിപാൽ ആദ്യം ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട്. കാരണം ശ്രീദേവി തൻ്റെ മേലെ കൈ വെച്ചോടുകൂടി തന്നെ എല്ലാം പരിസരം മറന്ന് നിൽക്കട്ടോ. ആ സമയത്ത് തന്നെയാണ് മഹിപാൽ തുറന്ന് പറയുന്നുണ്ട്, അവരിവിടെ ഇല്ല, ഒരു ഡിസൈൻ വർക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണെന്ന് പറയുന്നു. ഒരു കിണറിൻ്റെ വീട്ടിലാണെന്ന് പറയാട്ടോ. അതെയോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല സർ. പിന്നെ ശ്രീദേവി, ഇത് എനിക്കും ദേവ്ജിക്കും മാത്രമേ അറിയുള്ളൂ, മൂന്നാമതൊരാൾക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട്. അത് സാരമില്ല, അങ്ങനെ തന്നെയാണല്ലോ. ദേവ്ജിക്കും സാറിന് മാത്രമേ അറിയുള്ളൂ, എന്നോട് പറഞ്ഞതായിട്ടേ ഇല്ല. പിന്നെ സാർ, ഞാൻ ജിമ്മിൽ പോണ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെന്തായെന്ന് ചോദിക്കുന്നു കേട്ടോ. ഞാൻ നോക്കുന്നുണ്ട് ശ്രീദേവി. സാറിൻ്റെ കൂടെ എനിക്ക് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ വരാൻ വേണ്ടിയിട്ടാണ്. എത്രയും പെട്ടെന്ന് ശരിയാക്കുകയാണെങ്കിൽ അത്രയും നല്ലത് സർ. ഞാൻ ഇന്ന് അങ്ങോട്ട് പോട്ടെ എന്ന് പറയുന്നു. അങ്ങനെ ശ്രീദേവി പോകുന്നു കേട്ടോ. അത് തന്നെ മാനസയ്ക്ക് വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശ്രീദേവി, ഇങ്ങനെയൊരു സംഭവമുണ്ട്. കൃഷും കൺമണിയും അവൾ അവിടെ ഉണ്ട്, ഒരു കിണലിൻ്റെ വീട്ടിലാണ് താമസം എന്ന് പറയുന്നു കേട്ടോ. അതെയോ, ഇനിയിപ്പോൾ നീ സത്യം തന്നെയാണോ, അയാൾ നിന്നെ പറ്റിച്ചതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരിക്കലും അല്ല മാഡം, ഞാനല്ലേ അയാളെ പറ്റിച്ചത്, അയാൾ എന്നെയല്ല എന്ന് പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് മാഡം ഇനി തീരുമാനം എടുത്തു, എൻ്റെ കാര്യം ഞാൻ ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ നീ ഫോൺ വെച്ചോ, ഞാൻ നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അങ്ങനെ മാനസ ആൻറ്റിമ്മേനോട് സംസാരിക്കുന്നു കേട്ടോ. ആൻറ്റിമ്മ വന്നിട്ട്, എന്താ മോളെ നിനക്കൊരു വിഷമം പോലെ? ആൻറ്റിമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ, കൃഷ്ണൻ കൺമണി എവിടെയാണെന്നുള്ളത് അറിയോ? ആ സ്ഥലത്ത് തന്നെയാണ് അവരുള്ളത്, അവർ കിണലിൻ്റെ വീട്ടിലാണുള്ളതെന്ന് പറയുന്നു. അവരെ അങ്ങോട്ട് പറഞ്ഞയച്ചത് ദേവ്ജിയാണ്, അയാളാണ് ഇതിനെല്ലാം തന്നെ മുൻകൈ എടുത്തതെന്ന് പറയുന്നു. അപ്പോഴത്തേനും ഇനി ഞാൻ സുജുവിനോട് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുന്നു. നീ എപ്പോഴും സുജുവിനോട് എല്ലാ കാര്യം തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല. അപ്പോൾ അവൾ നീ ഒരു തലവേദനയാണെന്നേ വിചാരിക്കുള്ളൂ. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിൻ്റെ കൂടെ തന്നെ അവൾ നിൽക്കുള്ളൂ എന്നുള്ളത്. ഇത് നമ്മൾ സോൾവ് ചെയ്യണം. നീ ഒരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകുമെന്ന് പറയുന്നു. അത് ആൻറ്റിയമ്മ, ഞാൻ എങ്ങനെ പോകുന്നത്? ഇടിച്ചു കയറി ചെല്ലാൻ പറ്റുമോ? അവിടെ കൺമണി ഉണ്ടാവില്ലേ? കൺമണി ഉണ്ടാവണം, അവൾ അവിടെ വേണം, എന്നാലാണ് നിനക്ക് അവിടെ ചെല്ലാൻ ചെയ്യുള്ളൂ. കൃഷിൻ്റെ റൂമിൽ നീയും താമസിക്കണം, അവിടെ മുന്നിൽ വെച്ചിട്ട്. നിനക്ക് അതിനുള്ള അധികാരമുണ്ട് മാനസ. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് വിഷമിച്ചുകൊണ്ട് ഇറങ്ങി വരണം എന്ന് പറയുന്നു കേട്ടോ. ഇനിയിപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, തീർച്ചയായും നീ പോകണം, എന്ത് വന്നാലും നിനക്ക് നിൻ്റെ ലക്ഷ്യം നീ ഏറ്റെടുത്തേ പറ്റുള്ളൂ എന്ന് പറയുക കേട്ടോ. അതിനുശേഷം പിന്നീട് കൺപണിയും കേണൽ സാറിനെ കാണിക്കുന്നത്. കൃഷ് എന്തായി എന്ന് ചോദിക്കുന്നുണ്ട്. ഫാക്ടറി തുറക്കും സർ, ഞാൻ എങ്ങനെയെങ്കിലും അതിൻ്റെ പോംവഴി കണ്ടെത്തിയിട്ടുണ്ട്. തനിക്ക് ഒരിക്കലും സാധിക്കില്ല സർ, എന്നെ ഒരുപാട് ആക്ഷേപിച്ചോളൂ, പക്ഷേ ഞാനത് സാധിപ്പിക്കും. കാരണം ഇതെൻ്റെ ജീവിത ലക്ഷ്യമാണെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ തനിക്ക് പറ്റുവാണെങ്കിൽ പറ്റും. പിന്നെ തൻ്റെ കൂടെയുള്ള ആ കൺമണിയുണ്ടല്ലോ, ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതം പഠിക്കാനാണ് നിങ്ങൾ വന്നതെങ്കിൽ അവളാണ് ജീവിതം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. താനൊരു വിഡിയെ പോലെ നോക്കി നിൽക്കാമെന്ന് മാത്രം, കൺമണിയെ ചുറ്റിപ്പറ്റി നടക്കുകയാണെന്ന് മാത്രമേ നിന്നെക്കൊണ്ട് പറ്റുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെയൊന്നും പറയണ്ട സർ, ഞാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ തന്നെ ചെയ്തോളാം എന്നാണ് പറയുന്നത് കേട്ടോ. എനിക്കൊരു വാശിയുണ്ട്, ഞാൻ നിറവേറ്റുമെന്ന് പറയുന്നു. ഈ വാശി കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ കേണൽ സാറ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇത് കുറച്ച് ക്യാഷാണ്, പണിക്കാർക്ക് കൊടുക്കാനുള്ളതാണ്, അതവിടെ മാനേജറിനെ ഒന്ന് ഏൽപ്പിച്ചാൽ മതി എന്ന് പറയുന്നു. ഓഫീസിൽ പോകുമെന്ന് പറയുന്നു. നിനക്ക് ഇന്ന് പണി തന്നിരിക്കുന്ന അതാണെന്ന് പറയുന്നു. ആ ക്യാഷുമായിട്ട് കൃഷി അങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ കൺമണി അവിടെ ഉണ്ട്. എങ്ങോട്ടാ സർ എന്ന് പറയുന്നു. അത് ഞാൻ ആ ഓഫീസിൽ വരെ പോവാണ്, ക്യാഷ് കൊടുക്കാനുണ്ടെന്ന് പറയുന്നു. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഒരു മടി, കൺമണി എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനെങ്ങനെ വരും? എന്താ കൺമണി, ഇന്ന് ഡിസൈൻ ചെയ്യലൊക്കെ കഴിഞ്ഞില്ലേ, നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നു. ആ സമയത്ത് തന്നെയാണ് ഇവരുടെ പ്രണയം കണ്ടിട്ട് കേണൽ സാറ് അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ.
അതിനുശേഷം തന്നെ കൺമണിയും കൃഷ്ണനും കൂടി അങ്ങനെ നടക്കുകയായിട്ട് ഉല്ലസിച്ച് നടക്കുക. കാരണം ഈ പ്രകൃതി ഭംഗിയെല്ലാം തന്നെ നമുക്ക് സ്വന്തമാണ് കൺമണി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മൾ രണ്ട് പേരും തമ്മിൽ ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ നടക്കുന്നു ജീവിക്കുമെന്നു എന്നുള്ളതും. പിന്നെ സർ ആരെങ്കിലും കണ്ടാലോ? ആര് കാണാനാ കൺമണി? ആരും കാണില്ല, ഞാനും നീയും മാത്രമേ ഉള്ളൂ. കണ്ടാൽ ഇപ്പം എന്താ കുഴപ്പം? എല്ലാവരും നിന്നെ എൻ്റെ ഭാര്യയായിട്ടല്ലേ കണ്ടിരിക്കുന്നത്, പിന്നെ എന്താ പ്രശ്നം? എനിക്ക് നിന്നെ മാത്രം മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൺമണിയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ആൾ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ സ്ഥലം ചോദിക്കുക കേട്ടോ, ഈ ഓഫീസിലേക്ക് പോവേണ്ടത് പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ പുതുതായി വന്ന സൂപ്പർവൈസറും ഭാര്യയല്ലേ ഇതെന്ന് പറയുന്നു കേട്ടോ. അതേന്ന് കൃഷു അറിയാണ്. അങ്ങനെ ആ സ്ഥലം കാണിച്ചു കൊടുക്കുന്നു കേട്ടോ. അയാൾ പറഞ്ഞു കേട്ടില്ലേ സൂപ്പർവൈസറും ഭാര്യയാണെന്ന്, പിന്നെന്താ ഭാര്യയെ ഇങ്ങനെ സ്നേഹിക്കുകയാണെന്ന് അയാൾ വിചാരിച്ചോട്ടെ എന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ കൺമണി ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് പൈസ കൊടുത്തിട്ട് വരാമെന്ന് പറയുന്നു. ശരി സാർ, പോയിട്ട് വാ, ഇതൊരു അമ്പലമാണല്ലോ, ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കൺമണി അമ്പലത്തിനകത്തേക്ക് കയറി പോകുന്നു. അവിടെ വാസുകി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും കേട്ടോ. വാസുകിയെ കാണുമ്പോഴത്തേനും കൺമണി അടുത്തേക്ക് ചെല്ലുന്നു. ഇത് കാണുന്ന വാസുകി പോവാൻ നിൽക്കുന്നു. അവിടെ നിൽക്കുമെന്ന് പറയുന്നു. നിങ്ങളൊക്കെ വലിയ വലിയ ആളുകളല്ലേ, പാവപ്പെട്ടവൻ്റെ വേദനകൾ നിങ്ങൾക്ക് എങ്ങനെയാ അറിയാം? ഒന്നും പറയാൻ പറ്റില്ലല്ലോ, നിങ്ങൾക്കതൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. വാസുകി ആരെക്കുറിച്ചാണ് പറയുന്നത്? എൻ്റെ വിഷമങ്ങളൊന്നും ആസയ്ക്കറിയില്ല. നിങ്ങളെപ്പോലെ സാധാരണക്കാരിൽ സാധാരണക്കാരായി ജീവിച്ചവളാണ് ഞാൻ. നിങ്ങളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വേദനയൊക്കെ എനിക്ക് നല്ല പോലെ അറിയാം. പിന്നെ ഇവിടെ ഏതാ പ്രതിഷ്ഠ എന്ന് പറയുന്നു കേട്ടോ. ഇത് വനദുർഗയാണെന്ന് പറയുന്നു. ഞാനും ഒരു ഈശ്വര ഭക്തയാണ്, എൻ്റെ ഇഷ്ടദേവത ഗണപതിയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ ദേവി വിളിച്ചാൽ വെളിപ്പുറത്താണ്, കാരണം എന്ത് ആഗ്രഹിച്ചാലും നടക്കും. പക്ഷെ ഞാൻ ഇതുവരെ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഇവിടുത്തെ ഫാക്ടറി തൊഴിലാളികളുടെ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ അതൊന്നും ദൈവം കേൾക്കുന്ന പോലുമില്ല. എല്ലാം ശരിയാകും, അതിനല്ലേ ഞങ്ങൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി വിടുന്നു. അങ്ങനെ ഈശ്വരനോട് കൺമണി അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. കൃഷി സാറിന് ഫാക്ടറി തുറക്കാൻ സാധിക്കട്ടെ എന്നുള്ളത്. അതുപോലെ തന്നെ സാഗർ സാർ കൃഷ്ണനെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരണമെന്നും. അതിനുശേഷം തന്നെ അയ്യപ്പനെയായിട്ടോ കാണിക്കുന്നത്. അയ്യപ്പൻ കൃഷ്ണൻ്റെ അടുത്തേക്ക് വരുന്നു. അങ്ങനെ അങ്ങോട്ട് വഴക്കുണ്ടാകുന്നു കേട്ടോ. വാസുക്കി വന്നിട്ട് തടയുന്നു കേട്ടോ. ആ സമയത്ത് തന്നെയാണ് പിന്നീട് ആ പ്രശ്നങ്ങളൊക്കെ മാറിയതിന് ശേഷം കൃഷ്ണ അങ്ങോട്ട് ചെല്ലുന്നു കൺമണിയുടെ അടുത്തേക്ക്. കൺമണി പോയാലോ എന്ന് പറയുന്നു. ആ സർ, പൈസയൊക്കെ കൊടുത്തു സർ. പിന്നെ ഞാൻ ഈ അമ്പലത്തിൽ പോയപ്പോൾ വാസുകിയെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഞാനും അയ്യപ്പനായിട്ടൊന്ന് കോർത്തു, അപ്പോൾ വാസുകി വന്നിട്ടാണ് തടഞ്ഞതെന്ന് പറയുന്നു കേട്ടോ. അരിവാളും കത്തിയായിട്ട് നടക്കുന്ന ഭദ്രകാളിയെ പോലൊരു സ്ത്രീയല്ലേ, എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തായാലും കുഴപ്പമില്ല സർ. ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരാണ്. അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ, അതായത് പൈസ ഇല്ലാതെ ആകുമ്പോൾ ആളുകൾക്ക് ഭ്രാന്ത് വരും സർ. എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഞങ്ങൾക്ക് 2 പേർക്കും തൊഴിലില്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് അത്രയും വിഷമിച്ചിട്ടിരുന്നു. ഇങ്ങനെ ഈ സമയത്ത് മെൻ്റലി ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ ഒരാളാണ് അയ്യപ്പൻ. അതൊന്നും സാർ കണക്കാക്കേണ്ട. എത്രയും പെട്ടെന്ന് ഫാക്ടറി തുറന്നിട്ട് അവരുടെ ജീവിതം സേഫ് ആക്കാനായിട്ട് നോക്കൂ സാർ എന്ന് പറയുന്നു. കൺമണി, എനിക്കൊരു ആശയം മുന്നിൽ കാണാം കേട്ടോ. പറയുന്നുണ്ട് കൃഷ്, ഞാൻ ഇങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്. കാരണം വെച്ചിട്ട് ഫാക്ടറി തൊഴിലാളികൾക്ക് എന്തായാലും ആ ഫാക്ടറി തുറന്നു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു നല്ലൊരു പ്ലാൻ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട് കൺമണി എന്ന് പറയുന്നു കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് അന്നത്തെ എപ്പിസോഡ്